Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ ഐറ്റം ആട്ടോ, ഓലൻ. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിന്റെ ടെക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു കുറുകി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കുറുകിയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇതൊരു തൊടുകറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, കുറച്ച് വൻപയർ. ഇത് ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. ഇത് ചില സ്ഥലങ്ങളിലേക്കൊന്നും വൻപയർ ചേർക്കാറില്ല, വെറുതെ കുമ്പളങ്ങ മാത്രം ചേർക്കാറുള്ളൂ. 3 പച്ചമുളക്, കറിവേപ്പില, ഒരു തേങ്ങയുടെ 1/4 പാല്, ഇത് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തത്, ഒരു തേങ്ങയുടെ 2/2 പാല്, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്. ആദ്യമേ നമുക്ക് ഈ കുമ്പളങ്ങയുടെ തൊലി ഒന്ന് ചെത്തിക്കളയണം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ എടുക്കുമ്പോൾ നല്ല പിഞ്ചായിട്ടുള്ള കുമ്പളങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട്. അതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഞെക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അങ്ങനത്തെ കുമ്പളങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്. മൂത്ത കുമ്പളങ്ങ വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളയാം. ഇത് കണക്ക് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2ആയിട്ട് മുറിക്കുക. മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരു കളയണം. ഞാൻ ഒന്നും കൂടെ മുറിച്ചിട്ട് ഇതുപോലെ അങ്ങനെ കുരു ചെത്തി കളയാം. ഒരുപാടൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇത് നല്ല പിഞ്ച് കുമ്പളങ്ങയാണ്. അപ്പോൾ ഒരുപാട് കയറ്റി അങ്ങോട്ട് മുറിക്കണ്ട. തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തി ഞാൻ 4ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുക. ഇനി ഇത് നമ്മളിനി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണത്. ഞാനിത് ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിക്കുന്നത്, നമ്മളൊരു പച്ചടിക്കൊക്കെ അരിയണ പോലെ. അത് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് മുറിക്കുന്നത്. ചിലർ കുറച്ച് വലുതായിട്ടായിരിക്കും. അപ്പം ഞാൻ മുറിക്കുന്നത് കുറച്ച് കുഞ്ഞിതായിട്ടാട്ടോ. ഇത് കണക്കെ. അപ്പോൾ ഞാനിത് അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കണക്ക് ചെറിയ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമേ നമുക്കിത് ചട്ടിയിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഒഴിക്കുന്നത് 2/2 പാലാട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്ന കല്ലുപ്പാട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം അതിനകത്ത് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്നത് ഇതുപോലെ പാലൊഴിച്ചിട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ ഈ രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാട്ടോ ഓലൻ എന്ന് പറഞ്ഞത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സ്പൈസസ് ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ജസ്റ്റ് പച്ചമുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുമ്പോൾ അത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകത്തില്ലേന്ന്. ഇത് പിരിഞ്ഞു പോകത്തില്ല. എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞ തേങ്ങാപ്പാലല്ലേ, അപ്പോൾ അത് പിരിയത്തില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് തിളപ്പിക്കുമ്പോഴത്തേക്ക് അത് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇത് പിരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് വെന്തേച്ചാൽ മതി. ഇതൊരു നാടൻ കറിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആ ചട്ടിയുടെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആട്ടോ അത്. അപ്പോൾ ഇതിലെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കഷ്ണവും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കുമ്പളങ്ങയുടെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/2 പാല് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ചേർക്കണേണ്. അപ്പോൾ ഞാൻ ആ തേങ്ങാപ്പാൽ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. അത് കണക്കെ ആ പയർ വേവിച്ച് വെച്ചേക്കണം, പയറും കൂടി ചേർക്കണേന്ന് ഞാൻ പറഞ്ഞു. ഈ പയർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തേച്ചാൽ മതി. ഞാനിത് ഇന്ന് കുറച്ച് പയർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാനൊരു ഭംഗി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം.
ഇത് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൽ നിന്നൊക്കെ എരിവൊന്ന് ഇറങ്ങി വരണം, അതുവരെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതുപോലെ പയറിൻ്റെ അകത്തോട്ടും ആ തേങ്ങാപ്പാലൊന്ന് കയറണം. ഇപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കഷ്ണത്തിലൊക്കെ പിടിച്ച പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് 1-ാം പാലാണ്. അത് ചേർക്കുമ്പോഴേക്ക് നമുക്ക് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. വെച്ചാൽ 1-ാം പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ചൂട് പാടില്ല, ചെറിയ ചൂടേ പാടുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1-ാം പാൽ ചേർക്കേണ്ടത്തേക്ക്. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇറക്കാം. ആ കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരിടിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങും. ഇനി ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.